ഹായ്, എല്ലാവരും ഹാപ്പി അല്ലേ? നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ നാഴികയ്ക്ക് 40 വട്ടം എല്ലാ വീഡിയോസിലും നിങ്ങളോട് പറയുന്നുണ്ടല്ലേ. എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് നന്ദി പറയുക അല്ലേ. നമ്മൾ ഈ നന്ദി പറയുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഉരുവായിരുന്ന കാലം തൊട്ട് നമ്മൾ പുറത്തേക്ക് വന്നു. നമ്മൾ ഇത്രയും ഏജായി, ഇത്രയും വർഷങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു. നമ്മൾ ഇന്ന് വരെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ നടന്നു വന്ന വഴികൾ നമുക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നതിന് നമ്മൾ എണ്ണി നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് പടച്ചറബ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. നമ്മളോട് ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് എന്ന് ആരോടെങ്കിലും വന്ന് നമ്മളോട് ചോദിച്ചാല് നമ്മൾ എന്താ പറയുന്നേ? ഓ, അങ്ങനെ പറയാനും വേണ്ടി മാത്രം ഒന്നും ഇല്ല, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു, അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളൂ. അതാണോ ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തില് നമുക്ക് കിട്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എണ്ണമറ്റ സൗഭാഗ്യങ്ങളാണല്ലേ. ഒരു സിമ്പിൾ എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട് അല്ലേ. നടക്കാൻ കഴിയാത്ത, കാലുകളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമുക്ക് കൈകളുണ്ട്, 2 കൈകളും സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ 2 കൈകളും നഷ്ടപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. കണ്ണ്, നമുക്ക് കാഴ്ചശക്തിയുണ്ട്. നമ്മളെല്ലാ മനോഹാരിതയും നമ്മൾ ആസ്വദിക്കുന്നുണ്ടല്ലേ. എല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ. അവരുടെയൊക്കെ ശരിക്കും സ്വപ്ന ജീവിതമല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സിനെ, എൻ്റെ സിസ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ ഈ ഭൂമിയെ, ഒരു പൂവിനെ ഒന്ന് കണ്ടെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സൗഭാഗ്യം എന്ന് പറയുന്നത് അത് മറ്റെന്തിനേക്കാളും വലുതാണ്. നമ്മൾ ഒരിക്കലും എന്താ പറയാനാ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാല്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതിന്റെ കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ചുവട് നമ്മൾ നടക്കുമ്പോഴും നമ്മൾ നന്ദി പറയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ നന്ദി പറയുക. ഇത്രയുമൊക്കെ നമുക്ക് തന്നല്ലോ, ഇത്രയും സൗഭാഗ്യങ്ങൾ നമുക്ക് തന്നല്ലോ. അവിടെ എന്താ സംഭവിക്കണമെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, നമ്മൾ എന്താ പറയുക, 5 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു തുടങ്ങുവാണ്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. നാളെ നിങ്ങൾക്ക് 10 ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരം പടച്ചറബ് കൊണ്ടുതരും. ഇവിടെ അനുഭവങ്ങളിലൂടെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ശീലമാക്കിയാൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ വെള്ളം എനിക്ക് തന്നതിന് നന്ദി റബ്ബേ. ഈ വെള്ളം എൻ്റെ എനർജിയാണ്. ഈ വെള്ളം എനിക്ക് തന്നതിന് നന്ദി. ഓരോ ഭക്ഷണ സാധനം നമ്മൾ കഴിക്കുമ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും അത് പറയാനായിട്ട് നമ്മൾ ശീലിപ്പിക്കുക. തീർച്ചയായും ഗ്രാറ്റിറ്റ്യൂഡിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അത് ഒരിക്കലും തീരത്തില്ല. ഞാൻ 28 ഡേയ്സ് ചലഞ്ച് മാജിക്കൽ പ്രാക്ടീസ് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങളെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുക. അതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. ചിലപ്പം 5 മിനിറ്റോ, മാക്സിമം എനിക്ക് തോന്നുന്നു 8 മിനിറ്റോ 7 മിനിറ്റോ ഒക്കെയാണ് ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു 7 8 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾ അനുഭവിച്ചറിയുക. തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിത് പഠിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെപ്പോലെ ആയിരുന്നു, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞ് അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ അത് എത്ര തന്നെ പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഞാനിവിടെ ഇത് ഷെയർ ചെയ്യാൻ കാര്യം, നിങ്ങളെല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെല്ലാവരും ആ ഒരു ലെവലിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. തീർച്ചയായും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.